ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷന് തൊട്ടു മുമ്പുള്ള സമയം കൂട് വിട്ട് കൂടുമാറുന്ന ഒരു സമയമായിരുന്നു. പലരും പല പാർട്ടികളിൽ നിന്ന് മറ്റു പല പാർട്ടികളിലേക്കും ചേക്കേറി. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ പാർട്ടി മാറിയത് ഒക്കെ മുതലായോ, അത് ഗുണപ്പെട്ടോ, അത് ലാഭകരമായോ എന്നൊക്കെയുള്ള ഒരു പുനരാലോചനയുടെയും അതുപോലെ ആ തരത്തിലുള്ള വേവലാതികളുടെയും അങ്കലാപ്പിൻ്റെയും ഒക്കെ ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും അത്തരത്തിലുള്ള പ്രവണതകൾ കൂടുതൽ ദൃശ്യമാകാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി മാറുന്ന ആളുകൾക്ക്, കൂട് വിട്ട് കൂട് മാറുന്ന ആളുകൾക്ക് ഒരു കൃത്യമായ മാർഗദർശനം കിട്ടേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പൊ ആളുകൾക്ക് ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്ന ആളുകൾക്ക് അവരുടെ ടേസ്റ്റ്, അവരുടെ അഭിരുചി പരിശോധിച്ച് അവർക്ക് ഏറ്റവും പറ്റിയ പാർട്ടി ഏതാണ് എന്ന് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ഏജൻസി ആവശ്യമുണ്ട്. അപ്പൊ അതിൻ്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും മുസ്ലിം ലീഗിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നേരിട്ട് അവർ മുസ്ലിം ലീഗിലേക്ക് പോകരുത്. കാരണം മുസ്ലിം ലീഗിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ പലതരത്തിലുള്ള ഗ്രൂപ്പിസങ്ങളും വിഭാഗീയതകളും ഒക്കെ ഉണ്ട്. അപ്പൊ നേർക്ക് നേരെ ഒരാൾ ലീഗിലേക്ക് ചെന്നാൽ ഉള്ളാലെ അവരിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇവരിപ്പോ ഈ ലീഗിലേക്ക് വന്നതിന്റെ നിയ്യത്ത് എന്താണ് എന്നുള്ള വേവലാതി അവർക്ക് പലർക്കും ഉണ്ടാവും. അപ്പൊ ലീഗിൽ നിങ്ങൾക്ക് വില കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട്, നേരത്തെ ആണെങ്കിൽ INL ചേരണമായിരുന്നു. INL ഒരു 6 മാസം പ്രവർത്തിച്ചിട്ട് തുപ്പനാട്ട് അന്തുക്കുഞ്ഞും അനുയായികളും ലീഗിലേക്ക് എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ കൊടുത്ത്, ഒരു പേര് ഉദാഹരണം പറഞ്ഞതാട്ടോ, അങ്ങനെ ഒരു വാർത്തയൊക്കെ കൊടുത്ത് INL നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിലേക്ക് ചെന്നാൽ അവിടെ വമ്പിച്ച സ്വീകരണമായിരിക്കും. കാരണം ഈ INL പൊളിക്കേണ്ടതുള്ളത് കൊണ്ട്, എതിർക്കേണ്ടതുള്ളത് കൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾക്ക് ലീഗിൽ ഡിമാൻഡ് ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ INL ചേർന്നിട്ട് ലീഗിലേക്ക് പോകുന്നതിൽ വലിയ കാര്യം. നമ്മുടെ PMA സലാം സാഹിബിനും അതുപോലെ എന്നെ നെല്ലിക്കുന്നതിനും ഒക്കെ ലീഗിലൊരു പിടിപാടുണ്ടാകാനുള്ള കാരണം അവര് INL എന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിലേക്ക് ചെന്നതുകൊണ്ടാണ്. ഇപ്പൊ ആ ഒരു തരംഗത്തിന്റെ, ആ ഒരു പ്രവണതയുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലീഗിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുത്തു ചാടി പെട്ടെന്ന് ലീഗിലേക്ക് പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു 6 മാസോ അല്ലെങ്കിൽ ഒരു 8 മാസോ നിങ്ങൾ SDPIയിലോ വെൽഫെയർ പാർട്ടിയിലോ അല്ലെങ്കിൽ PDPയുടെ കാര്യം ഇപ്പൊ പറയാൻ മാത്രം ഇല്ല, ഈ പാർട്ടികളിൽ പ്രവർത്തിച്ച് ശ്രദ്ധേയരായതിനു ശേഷം നിങ്ങളുടെ കട്ടൗട്ടും ഫോട്ടോയും പോസ്റ്ററും ഒക്കെ ആ പാർട്ടികളുടെ അനുയായികളെ കൊണ്ട് കവല തോറും ഒട്ടിപ്പിക്കണം. അങ്ങനെ കുറെ പശ നിങ്ങൾക്ക് വേണ്ടി, കുറച്ച് മൈദ നിങ്ങൾക്ക് വേണ്ടി ചെലവാകണം, അല്ലാണ്ട് വെറുതെ പറ്റൂല. ഇനി നിങ്ങൾ ഓട്ടോറിക്ഷ എടുത്ത് ഓരോ പോസ്റ്ററിന്റെ പുറകെ അത് കൃത്യമായിട്ട് ആളുകൾ കാണുന്നുണ്ടോ ഒട്ടിക്കപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ സഞ്ചരിച്ചാലും തരക്കേടില്ല. നിങ്ങളുടെ ഭാവി പരിഗണിക്കുമ്പോൾ അത് വലിയൊരു നിക്ഷേപം, ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു പ്രയത്നം തന്നെയാണ്. അങ്ങനെ അതിൽ പ്രവർത്തിച്ചതിന് ശേഷം ശക്തമായ ഒരു പ്രസ്താവന നൽകി നിങ്ങൾ മുസ്ലിം ലീഗിലേക്ക് ചെന്നാൽ, പാണക്കാട് തങ്ങൾ തൊട്ട് നമ്മുടെ ഈ ചായക്കടയിൽ ഇരുന്ന് ലീഗ് രാഷ്ട്രീയം പറയുന്ന ആളുകൾ വരെ നിങ്ങളെ മുദ്രാവാക്യം വിളിച്ച് തക്ബീർ ചൊല്ലി മുസ്ലിം ലീഗിലേക്ക് സ്വീകരിക്കാൻ രംഗത്തുണ്ടാവും. മനസ്സിലായോ? അതുപോലെ BJPയിലേക്ക് ചേരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നേരിട്ട് BJPയിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഭാരതീയ സംസ്കാരത്തിന്റെ, പാരമ്പര്യത്തിന്റെ, ക്രിയാത്മക ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, ആർഷപ്രോക്ത മൂല്യങ്ങളുടെ പ്രസക്തി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് നമ്മളുടെ ആ മലപ്പുറത്തെ സലാം ഡോക്ടർ പറഞ്ഞതുപോലെ പറഞ്ഞ് പെട്ടെന്ന് BJPയിലേക്ക് ചെല്ലരുത്. നിങ്ങൾ ആദ്യം ഈ പറഞ്ഞതുപോലെ ഒന്ന് വെൽഫെയർ പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സജീവതയുള്ള മുസ്ലിം പാർട്ടിയിലോ പ്രവർത്തിച്ച് ഒരു അഡ്രസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ BJPയിലേക്ക് ചെന്നാൽ കുറച്ചു നാൾ അവർ നിങ്ങളെ കൊണ്ടു കടന്നോളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും വല്ല കേരള കോൺഗ്രസിലോ ജനതാദളിലോ അല്ലെങ്കിൽ NCPയിലോ അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലെയുള്ള
കോൺഗ്രസ് എസിലോ പ്രവർത്തിച്ചിട്ട് ആ ഒരു അഡ്രസ്സിൽ നിങ്ങൾ ലീഗിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ ചെന്ന ഒരു പൂച്ചയും തിരിഞ്ഞു നോക്കൂല. മറിച്ച് ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെ പോയാൽ നിങ്ങളുടെ മെനക്കേട് മുതലിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ.